കേസ് കൊടുക്കുന്ന സമയത്തും ഈ സഹോദരൻ നിങ്ങളെ കാണാൻ വന്നിട്ടില്ലേ? എന്റെ പൊന്നു മോനെ, ഞങ്ങളെ കാണാൻ ആരും വന്നിട്ടില്ല. ഇയാളെ ഞങ്ങൾക്ക് അറിയോ പോലുമില്ല. ഞങ്ങൾ അവന്തികമോളുടെ അടുത്ത് വന്ന സമയത്ത് തന്നെ ഈ കേസ് എങ്ങനെ കോടതി വന്നെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ ദിവസേ എന്റെ കൊച്ചുമോളെ സച്ചിമൻ ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തന്നു. പക്ഷെ എന്റെ മോള് ഇപ്പൊ വലിയൊരു പ്രശ്നത്തിലാ. എന്ത് പ്രശ്നം? എന്റെ മോക്ക് പഴയതൊന്നും ഓർമ്മയില്ല. അവളിപ്പോ വേറൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുക. ഇല്ലമ്മേ, 10 വർഷമായിട്ട് ഞാൻ മറ്റൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും ഞാൻ എൻ്റെ സച്ചേട്ടൻ്റെ മാത്രം ഭാര്യ. സ്വന്തം ഭാര്യയും കുഞ്ഞും മറ്റൊരാളുടെ ഭാര്യയും കുഞ്ഞുമായിട്ട് ജീവിക്കുന്നത് കാണേണ്ടി വന്ന ഒരു ഭാഗ്യദോഷമായി പോയി എന്റെ മോൻ. അവന്റെ ആ ദുർവിധിയെ കുറിച്ച് ആലോചിച്ചപ്പോ അമ്മയ്ക്ക് ഹൃദയം പൊട്ടിപ്പോയി മോളെ. അതാ അമ്മ അന്ന് ബോധം കെട്ടുപോയത്. സത്യം പറഞ്ഞ അവനിപ്പോ മരിച്ചതിന് തുല്യായിട്ടാ ജീവിക്കുന്നത്. അർച്ചന മോളും കുഞ്ഞും തിരിച്ചു വന്നാൽ മാത്രമേ എനിക്ക് എന്റെ സച്ചിവനെ തിരിച്ചു കിട്ടും മോളെ. മോളെ, എന്റെ മോൾക്ക് എന്തെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടി അവള് ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ മോളെ? വരുമോ? വരും. അമ്മയുടെ മോൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടും. അവള് അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അമ്മക്കറിയില്ലേ, ഞാനല്ലേ പറയുന്ന അമ്മയുടെ അച്ഛമോള് തിരിച്ചു വരും. എന്റെ അർച്ചന മോളെ ഞാൻ അച്ഛനെ വിളിക്കണമെന്ന് മോക്കെങ്ങനെ അറിയാം? അത് ഇവിടെ ആരോ പറയുന്ന കേട്ടതാ. ആഹാ, രണ്ടുപേരും കൂടി വലിയ വർത്താനം പറച്ചിലാണല്ലോ. ചായ കുടിക്കും. അയ്യോ, ഇപ്പൊ വേണ്ട മോളെ, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. അമ്മ, ഞാനെന്നാ പോയിട്ട് പിന്നെ വരാം. ചേച്ചി ചായ കുടിച്ചിട്ട് പോ. വേണ്ട മോളെ, ഞാൻ ഇറങ്ങാം. ശരി. മോൻ ഒന്നുകൂടി തരട്ടെ? അയ്യോ വേണ്ട അമ്മായി, മതി മതി. അമ്മയുടെ കറികൾക്കൊക്കെ എന്താ ഒരു ടേസ്റ്റ്. സാധാരണ കഴിക്കുന്നതിനേക്കാൾ 2 എണ്ണം കൂടുതൽ കഴിച്ചു. സന്ദീപ് പറഞ്ഞത് ശരിയാ. അമ്മായി വെക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയാ. ഈ സ്വാദ് പണ്ടൊരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദേ, നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട, അല്ലേ എടുത്തി? അതെ അതെ, ഇവരിവിടെ എത്ര കാലം നിൽക്കുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നുമില്ലേലും അമ്മായിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. ഇപ്പോഴത്തെ ജങ്ക് ഫുഡും ചൈനീസും ഒക്കെ കഴിച്ച് മനുഷ്യന്റെ വയറ് കേടായിരിക്കുമ്പോഴാ ഇത്രയും രുചികരമായ ഭക്ഷണം കിട്ടുന്നത്. അമ്മായി പൊളിയാ. അങ്ങനെയൊന്നും പറയാനില്ല മോനെ. അമ്മായി ചിലതൊക്കെ ഉണ്ടാക്കുന്നു. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് തന്നെ ഭാഗ്യം. അമ്മയുടെ കൈപ്പുണ്യൊന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് അച്ഛന്റെ സ്വഭാവമാണെന്നാ അമ്മ പറയാറ്. അമ്മാവനുണ്ടായിരുന്നപ്പോ അതെനിക്കൊരു വലിയ ശക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ പോയില്ലേ. ഇപ്പോ ഏതോ ഒരുത്തൻ അതിന്റെ പേരിൽ ഒരു കള്ളക്കേസും കൊണ്ട് വന്നിരിക്കുക. അതും ഇനി കറങ്ങി തിരിഞ്ഞ് എന്റെ പേരിൽ വരുന്ന എനിക്ക് തോന്നുന്നു. അത് പറഞ്ഞപ്പോ ഓർത്ത്, ഈ കേസ് കൊടുത്ത ആരാ? കിടി സുഗതം വേണോ? അയാള് അമ്മാവിന്റെ പഴയ പാർട്ണറാ അല്ലേ അമ്മായി?
ഏയ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. അച്ഛന്റെ ബിസിനസ്സിൽ അങ്ങനെ ഒരു പാർട്ട്ണറും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് തന്നെയാ എല്ലാം നടത്തി നശിപ്പിച്ചത്. അല്ല, നിങ്ങൾ അറിയാതെ കോടതിയിൽ ബന്ധുവല്ലാത്ത ഒരാൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ കേസ് കൊടുക്കുന്ന സമയത്തും ഈ സഹോദരൻ നിങ്ങളെ കാണാൻ വന്നിട്ടില്ലേ? എന്റെ പൊന്നു മോനെ, ഞങ്ങളെ കാണാൻ ആരും വന്നിട്ടില്ല. ഇയാളെ ഞങ്ങൾക്ക് അറിയോ പോലുമില്ല. ഞങ്ങൾ അവന്തികമോളുടെ അടുത്ത് വന്ന സമയത്ത് തന്നെ ഈ കേസ് എങ്ങനെ കോടതി വന്നെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് സുഗതമേനോൻ അറിയാമെന്ന് സന്ദീപിനോട് ആരാ പറഞ്ഞത്? അല്ല, ആരും പറഞ്ഞല്ല. എന്നാലും ഇങ്ങനൊരു കേസ് കൊടുക്കുമ്പോ മരിച്ചയാളുടെ വീട്ടുകാരത് അറിയാതിരിക്കില്ലല്ലോ. അച്ഛന്റെ ബിസിനസ്സുകൾ എന്തൊക്കെയായിരുന്നെന്ന് ഞങ്ങൾക്കിപ്പോഴും ശരിക്കും അറിഞ്ഞൂടാ. അച്ഛന്റെ ശത്രുക്കളാരാ, മിത്രങ്ങളാരാ, അച്ഛൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്, അച്ഛൻ മിസ്സിംഗ് ആയതും കൊല്ലപ്പെട്ടതും എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പോലീസിന്റെ കയ്യിലുള്ള എല്ലും കൂടി മാത്രമാണ് ബാക്കി. അങ്ങേര് ബിസിനസ് നടത്തി ഉള്ള വസ്തുവകകളെല്ലാം വിറ്റു, കടം കയറി മുടിഞ്ഞു. ആ സമയത്താ കുറച്ചുകാലം അവന്തികമോളുടെ അടുത്ത് വന്ന് നിന്നത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്നത് അവന്തിക ചേച്ചിക്കല്ലേ? ഏയ്, എന്റെ കൂടെ അങ്ങനെ അധികകാലമൊന്നും താമസിച്ചിട്ടില്ല. ഇടയ്ക്കിടെ വരും, പോകും. അച്ഛനെ കാണാതാകുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചിക്കത് ഓർമ്മയുണ്ടോ? ഇവള് ചോദ്യം ചോദിച്ച് എന്റെ നെഞ്ചത്തോട്ടാണല്ലോ കയറി വരുന്നത്. ഇവളിതെന്തെങ്കിലും കണക്കൂട്ടി ചോദിച്ചതാണോ? അല്ല, ഞാൻ ചോദിച്ചത് ചേച്ചി കേട്ടില്ലേ? ആ, കേട്ടു. വർഷങ്ങൾ ഇത്ര ആയില്ലേ, ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി. അമ്മാവനെ കാണാതാവുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ അമ്മാവൻ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. കുടകിലേക്കോ മൈസൂരിലേക്കോ മറ്റോ പോകണമെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഞാനും അമ്മാവനെ കാണുന്നത് കാഞ്ചന പറഞ്ഞ പോലെ അഴുകിയ എല്ലും കഷ്ണങ്ങളായിട്ടാ.